ഇനി വന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത് ഫങ്ഷൻസിനെ കുറിച്ചിട്ടായിരുന്നു. I don't like this red color. ഫങ്ഷൻസിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അതിൽ ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുക? 3 സ്റ്റെപ്പാണല്ലേ. എന്തൊക്കെയായിരുന്നു? ഡിക്ലറേഷൻ, 2 ഡെഫിനിഷൻ, then ഫങ്ഷൻ കോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ അതിലേക്ക് നിന്നിട്ട് നമ്മൾ അതിലെന്താണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ്, then formal parameters, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഇത്രയും 3 കാര്യങ്ങൾ മനസ്സിലായുള്ളൂ നിങ്ങൾക്ക്. ഇനി അങ്ങോട്ട് എടുക്കുന്നത് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ആർഗ്യുമെന്റ് പാസിംഗ് മെക്കാനിസം ആണ്. ആർഗ്യുമെന്റ് പാസിംഗ് മെക്കാനിസം ഇത് തന്നെ. ആർഗ്യുമെന്റ് പാസിംഗ് മെക്കാനിസം എന്ന് പറയുമ്പോൾ നമ്മൾ ഫംഗ്ഷൻ ഡിക്ലെയർ, ഫംഗ്ഷൻ ഡെഫിനിഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യും. അങ്ങനെ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി എന്താ അവിടെ സംഭവിക്കുന്നത്? നമ്മളൊരു ഫംഗ്ഷൻ ഉണ്ട് അല്ലേ? ആ ഫംഗ്ഷൻ നമ്മുടെ പ്രോഗ്രാമിലേക്ക്, ഇതാണ് നമ്മുടെ പ്രോഗ്രാം, വി ഹാവ് ക്രിയേറ്റഡ് എ ഫംഗ്ഷൻ ഹിയർ ആൻഡ് വി ആർ കോളിങ് ഇറ്റ്. നമ്മളതിനെ കോൾ ചെയ്യണം. അങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് ഇൻപുട്ടായിട്ട് സ്വീകരിക്കുന്ന ഇതിലേക്ക് എന്തിലായിട്ട് ഇൻപുട്ട് കൊടുക്കുന്നുണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യും. അതിലേക്ക് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യും. തിരിച്ചെന്തെങ്കിലും ഒരു റിട്ടേൺ വാല്യൂ ആർഗ്യുമെന്റ്സിന് പ്രോസസ്സ് ചെയ്ത് എന്തെങ്കിലും ഒരു റിട്ടേൺ വാല്യൂ നമുക്ക് തിരിച്ചിങ്ങോട്ട് ആ കോൾ ചെയ്ത സ്ഥലത്തേക്ക് തന്നെ അത് റിട്ടേൺ ചെയ്യും. ഇതാണ് ഫംഗ്ഷൻ്റെ ഒരു ജനറൽ ഐഡിയ. അപ്പോൾ ഈ ആർഗ്യുമെന്റിനെ പാസ് ചെയ്യുന്നത് 2 വിധത്തിലുണ്ട്. നമുക്ക് 2 വിധത്തിൽ ഈ ആർഗ്യുമെന്റിനെ നമ്മുടെ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യാം കോൾ ചെയ്യുന്ന സമയത്ത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് കോൾ ബൈ വാല്യൂ. രണ്ടാമത്തെ മെത്തേഡാണ് കോൾ ബൈ റെഫറൻസ്. കോൾ ബൈ വാല്യൂ ഉണ്ട്, കോൾ ബൈ റെഫറൻസ് ഉണ്ട്. അതായത് എന്താണ് രണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ കോൾ ബൈ വാല്യൂവിൽ നമ്മൾ ആർഗ്യുമെന്റ്സിനെ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഒരു കോപ്പിയാണ് പാസ് ചെയ്യുന്നത്. കോപ്പി പാസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഫംഗ്ഷൻ 3,4 എന്ന് നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യില്ലേ? അപ്പോൾ ഈ സമയത്ത് ഈ ആർഗ്യുമെന്റ്സ് അതിലോട്ട് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാസ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഈ വാല്യൂസിൻ്റെ ഒരു കോപ്പിയാണ് ഇതിലോട്ട് പാസ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ സപ്പോസ് 3,4 പകരം നമ്മൾ x is equal to 3, y is equal to, ഞാൻ ഇവിടെ എഴുതണം, x is equal to 3, y is equal to 4 എന്ന് നമ്മൾ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഒരു ഫംഗ്ഷനിലേക്ക് ഈ രണ്ടിനെ കോൾ ചെയ്യുക. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആണ് ഇവിടെ ഫംഗ്ഷൻ a, b. ഇതിൻ്റെ ഡെഫിനിഷനാണ് ഇത്. സപ്പോസ് അങ്ങനെ നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഞാൻ എക്സ് ആൻഡ് വൈ പാസ് ചെയ്യണം ഇതിലോട്ട്. എക്സിൽ 3 ഉണ്ട്, വൈയിൽ 4 ഉണ്ട്. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത്? നമ്മളിവിടെ ഫംഗ്ഷൻ കോളാണ്. ഈ ഫംഗ്ഷൻ കോൾ വരുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി ഈ വാല്യൂസ് എക്സിലും വൈയിലുള്ള വാല്യൂസ് ഇതിലേക്ക് പാസ് ചെയ്യണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ വാല്യൂസിൻ്റെ ഒരു കോപ്പിയാണ് ഇതിലോട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സിലിപ്പോൾ എയിലിപ്പോൾ 3യും വൈയിലിപ്പോൾ 4ഉം വരികയാണ്. അതുകൊണ്ട് തന്നെ ഇത് കോപ്പിയാണ് പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, അതായത് വാല്യൂ ആണ് പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഈ വാരിയബിൾസിന് എന്ത് ചേഞ്ച് വരുത്തിയാലും, ഈ എക്കും ബിക്കും എന്ത് ചേഞ്ചസ് വരുത്തിയാലും അതിവിടെ റിഫ്ലക്റ്റ് ചെയ്യില്ല. ഈ എക്സിനും വൈനും ഒന്നും സംഭവിക്കില്ല. ഓക്കെ, അതാണ് കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇവിടെ ഈ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ആണ് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്. ഈ എയിലേക്ക് ഇതിൻ്റെ വാല്യൂവിൻ്റെ ഒരു
വാല്യൂസ് പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ എക്കും ബിക്കും നമ്മൾ ഈ വാല്യൂസിനല്ല ചേഞ്ച് വരുത്തുന്നത്. അപ്പോൾ ഈ വാരിയബിൾസിന് നമ്മൾ ചേഞ്ച് വരുത്തിയാലും ഇവിടെ അതിനൊന്നും എഫക്റ്റ് ചെയ്യില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. നമ്മളിപ്പോൾ ഇവിടെ എയും ബിയും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാലോ, വേറെ എക്ക് എന്തെങ്കിലും അസൈൻ ചെയ്താലോ ഒന്നും തന്നെ സംഭവിക്കില്ല. എക്സും വൈയും അവിടെ തന്നെ അതുപോലെ തന്നെ ഉണ്ടാവും. അതാണ് കോൾ ബൈ വാല്യൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് കോൾ ബൈ റെഫറൻസ്. കോൾ ബൈ റെഫറൻസ് ഇതെന്ന് പറയുമ്പോൾ ഒരു നമുക്ക് വേറൊരു വിധത്തിൽ നമുക്ക് ഫംഗ്ഷന് കോൾ ചെയ്യാം. ഫംഗ്ഷന് കോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ നമ്മളതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അതിൻ്റെ ഡെഫിനിഷൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഫംഗ്ഷൻ സംതിങ്, ഇവിടെ എന്തോ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, അത് ആ ആർഗ്യുമെൻറ്റ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. സപ്പോസ് നമുക്കിവിടെ വാല്യൂ പാസ് ചെയ്യുന്നതിന് പകരം നമുക്കിവിടെ എന്ത് പാസ് ചെയ്യാം? അഡ്രസ്സ് പാസ് ചെയ്യാം. ആ വാല്യൂ എവിടെ ഇരിക്കുന്നത് എന്നുള്ളതിൻ്റെ മെമ്മറി ലൊക്കേഷൻ നമുക്ക് പാസ് ചെയ്യാൻ കഴിയും. ഓക്കെ, വാല്യൂ പാസ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്രസ്സ്, അതായത് ആ മെമ്മറി ലൊക്കേഷൻ ഇങ്ങോട്ട് പാസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനെ പറയുന്നത്, ഇപ്പോൾ സപ്പോസ് ആംപർസൻഡ്, ഞാനിപ്പോൾ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 3 വൈ ഇസ് ഈക്വൽ ടു 4 കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സാണ് ഞാനിവിടെ പാസ് ചെയ്യുന്നത്. ആംപർസൻഡ് എക്സ്, ആംപർസൻഡ് വൈ. ഈ അഡ്രസ്സ് ഇങ്ങനെയാണ് പാസ് ചെയ്യുക. ആംപർസൻഡ് എന്നുള്ള സിമ്പിളാണ് ഈ ഒരു വാരിയബിളിൻ്റെ അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ അഡ്രസ്സ് നമ്മൾ ഇങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്നത് അതിൻ്റെ അഡ്രസ്സാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ ആക്ച്വലി കിട്ടിയ ഈ എക്സിലും വൈയിലും എന്താ ഉണ്ടാവുക? എക്സ് വൈ എന്ന് പറയുന്നത് നമ്മൾ സപ്പോസ് എ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ എ ബി നമ്മളിവിടെ ഫംഗ്ഷൻ ഡെഫിനിഷൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡമ്മി വാരിയബിൾസ്, ഇതിന് പറയുന്ന പേരാണ് ഡമ്മി വാരിയബിൾസ്. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഫോർമൽ പാരാമീറ്റേഴ്സ്, ഇതൊക്കെ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എയിലും ബിയിലും എന്താ ഉണ്ടായിരിക്കുക? ഈ അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ അഡ്രസ്സ് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു പോയിന്റ് ഇത് കൊടുക്കും, സ്റ്റാർ എന്നുള്ളൊരു സിമ്പിൾ കൊടുക്കും. ഈ സ്റ്റാർ എന്ന് ഉദ്ദേശിക്കുന്നത് ആ അഡ്രസ്സ് കിടക്കുന്ന ഡാറ്റനെ റെഫർ ചെയ്യാനാണ് ഇവിടെ സ്റ്റാർ എന്ന് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നത് അഡ്രസ്സാണ്. അഡ്രസ്സ് എയിലും ബിയിലേക്കും വരും. നമ്മളിവിടെ സ്റ്റാർ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ നേരെ അതിലെ ഡാറ്റ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ഇവിടെ ഈ എക്കും ബിയിലേക്കുള്ള ഡാറ്റയ്ക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയാൽ, ഇവിടെ എക്കും ബിയിലും ഇപ്പോൾ ഇവിടെ സത്യത്തിൽ നമ്മൾ ആ മെമ്മറി ലൊക്കേഷനെയാണ് റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയാൽ നമ്മൾ സ്റ്റാർ എ ഇസ് ഈക്വൽ ടു 10, സ്റ്റാർ എ ഈക്വൽ ടു 10 ഓർ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു 11 അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ചേഞ്ച് അതായത് അതിൻ്റെ വാല്യൂ, ആ മെമ്മറി ലൊക്കേഷനിൻ്റെ വാല്യൂസിന് ചേഞ്ച് വരികയാണ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ നമ്മളെ ഡാറ്റയുണ്ട്. നമ്മളെ ഡാറ്റ ഇതിപ്പോൾ ഏതാണ്? നമ്മുടെ എക്സ് ഇവിടെയാണ്. എക്സ് ഇവിടെയും വൈ ഇതാണ്. ഇവിടെ നമ്മൾ ആക്ച്വലി പാസ് ചെയ്യുന്നത് ഈ മെമ്മറി ലൊക്കേഷനാണ് ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഇവർ ആക്ച്വലി ഈ സ്റ്റാർ എ എന്നൊക്കെ നമ്മൾ ഇവിടെ റെഫർ ചെയ്യുന്നത് ഡാറ്റയ്ക്ക് ചേഞ്ച് വരുത്തുന്നത് ഈ മെമ്മറി ലൊക്കേഷൻ വെച്ചാണ് നമ്മളിപ്പോൾ കളിക്കുന്നത്. ഓക്കെ, വാല്യൂ വെച്ചിട്ടല്ല, മെമ്മറി ലൊക്കേഷൻ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ കോൾ ബൈ റെഫറൻസിൽ നമ്മൾ പാസ് ചെയ്യുന്ന അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ വരുത്തുന്ന ചേഞ്ചസ് എന്ത് സംഭവിക്കും? ഇവിടെയും അതിൻ്റെ ചേഞ്ച് റിഫ്ലക്റ്റ് ചെയ്യും. ഞാൻ അതിൻ്റെ ഒരു വിത്ത് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ചും കൂടെ ക്ലിയർ ആവും എങ്ങനെയാണ് എന്താണെന്നുള്ളത്. ഞാൻ ലൈബ്രറി ഫയൽ ഇൻക്ലൂഡ് ചെയ്യാണ്, stdio.h. ദെൻ നമ്മുടെ ഒരു ഫംഗ്ഷൻ എഴുതാണ്, void change എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. ഇവിടെ നമ്മൾ ആദ്യം കോൾ ബൈ വാല്യൂ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഒരു രണ്ട് വാരിയബിൾസ് ഞാൻ ചേഞ്ചിൽ എന്ന് പറയുന്ന ഫംഗ്ഷനിലോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ void main
void main, then class that, then ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ എഴുതാൻ പോവാണ്. void main ആസ് യൂഷ്വൽ നമ്മളിപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെ നമ്മൾ കോൾ ബൈ വാല്യൂ ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഞാൻ ഒരു സ്വാപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. ഇതൊരു ലോക്കൽ വേരിയബിൾ, ഞാൻ സ്വാപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ലോക്കൽ വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യണം. സോ എ ഇസ് ഈക്വൽ ടു എ ഈക്വൽ ടു ബി അല്ലേ, അങ്ങനെയല്ലേ കൊടുക്കുന്നത്? സ്വാപ്പിംഗ് ഒക്കെ അറിയില്ലേ എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത്. ദെൻ ബി ഈക്വൽ ടു കെ. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? എയിലെ വാല്യൂ ബിയിലും വരും, ബിയിലെ വാല്യൂ എയിലും വരും. ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മളിവിടെ ജസ്റ്റ് ഇവിടെ ഇൻഡ് എക്സ് കോമ വൈ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെയാണ് ചെയ്യുന്നത്. പ്രിന്റ് two values. Okay. Then scanf. ഞാൻ എക്സിലോട്ടും വൈയിലോട്ടും രണ്ട് വാല്യൂസ് എൻ്റർ ചെയ്യുന്ന വാല്യൂ എക്സിലോട്ടും വൈയിലോട്ടും റീഡ് ചെയ്യണം. സോ എങ്ങനെ വരുന്നത്? ആംപർസൻഡ് എക്സ്. ദെൻ സെയിം സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ആംപർസൻഡ് വൈ. ദെൻ ഞാനിവിടെ പ്രിൻ്റ് ചെയ്യണം. പ്രിൻ്റ് ആ വാല്യൂസ് എന്താണെന്നുള്ളത് ഞാനിവിടെ ഒന്ന് പ്രിൻ്റ് ചെയ്യാം. The values before calling the function. The change function. Okay, change function is okay. Yes, x is equal to percentage d, y is equal to percentage d. Then x comma y ഞാൻ പ്രിന്റ് ചെയ്യാം. ദെൻ നമ്മുടെ ചേഞ്ച് ഫംഗ്ഷനെ ഞാനിവിടെ കോൾ ചെയ്യാണ്. എന്തെങ്കിലും സംഭവിക്കുന്നത് കോൾ ബൈ വാല്യൂ വെച്ചിട്ടാണ് വരുന്നത്. നമ്മളിവിടെ കോൾ ബൈ വാല്യൂൻ്റെ എക്സാമ്പിളാണ് ചെയ്യുന്നത്. എക്സ് കോമ വൈ. ഇവിടെ സ്വാപ്പിംഗ് നടക്കുന്നുണ്ട് അല്ലേ? സ്വാപ്പിംഗ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചേഞ്ച് എക്സ് കോമ വൈ. ഇവിടെ ആക്ച്വലി സ്വാപ്പിംഗ് നമ്മളെന്താ ചെയ്യുന്നത്? എൻ്റെയും ബിൻ്റെയും വാല്യൂസ് ആണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പിംഗ് നടക്കുന്നത്. ആ ചേഞ്ച് നമ്മളിവിടെ റിഫ്ലക്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ എക്സ് വൈ വാല്യൂസിന് എന്തെങ്കിലും മാറ്റം വരും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അഗെയിൻ ആ ചേഞ്ച് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ അഗെയിൻ എക്സ് വൈ വാല്യൂസ് ഒന്ന് എന്ത് ചെയ്യണം? പ്രിൻ്റ് ചെയ്യണം. ഒന്നുകൂടെ പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫംഗ്ഷൻ, നമ്മുടെ പ്രോഗ്രാം. ഇവിടെ ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുള്ളൂ. ചേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ void main, I'm sorry, change. Why did I do that? void change എന്ന് പറഞ്ഞിട്ടുള്ള ആരെങ്കിലും പറയണ്ടേ? അറ്റൻറ്റീവ് അല്ലാണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഞാൻ അറ്റൻറ്റീവ് അല്ലാത്തതുകൊണ്ട് കേട്ടോ. നിങ്ങൾ അറ്റൻറ്റീവ് ആണോ എനിക്കറിയില്ല. അറ്റൻറ്റീവ് ആയിരുന്നെങ്കിൽ പറഞ്ഞു തന്നെ. അപ്പോൾ നമ്മൾ ചേഞ്ച് എന്നതിൻ്റെ എന്താണ് ഫംഗ്ഷൻ ഡെഫിനേഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഫംഗ്ഷൻ ഡെഫിനേഷനിൽ നമ്മളിവിടെ ജസ്റ്റ് നമ്മൾ എ ബി വാല്യൂസ് ഒന്ന് സ്വാപ്പ് ചെയ്ത് നോക്കുകയാണ്. അതായത് നമ്മൾ ഈ എക്സ് വൈ ആണല്ലോ ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്, എക്സിൻ്റെ വാല്യൂസ് ആണല്ലോ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ്. ദിസ് ഇസ് എൻ എക്സ്പെരിമെൻറ്റ്. ഞാനല്ല ശരിക്കും എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യേണ്ടത്, നിങ്ങളാണ്. Three, four.
Okay, you can see here, അതായത് the values before calling the change function is 3, 4. The values after, I again forgot. After. One minute, എനിക്കൊരു കോൾ വരുന്നുണ്ട് കേട്ടോ. ഹലോ. ആ ഞാനിടാം. ഒരു ഇപ്പൊ തന്നെ ഇടണോ? ഞാനിപ്പോ ക്ലാസ് ഓക്കെ. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. അതായത് നമ്മൾ ഒന്നുകൂടെ റൺ ചെയ്ത് കാണിച്ചു തരാം. enter two values 3, 4. അതായത് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല, അത് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ചേഞ്ച് ഫംഗ്ഷന് കോൾ ചെയ്തിട്ട് ചേഞ്ചിലേക്ക് നമ്മൾ എക്സും വൈയും പാസ് ചെയ്തിട്ട് അവിടെ വെച്ച് അതിന് മാറ്റം വരുന്നുണ്ടെങ്കിലും എക്സും വൈക്കും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അതിൻ്റെ റീസൺ എന്താണ്? ഒറ്റ റീസണേ ഉള്ളൂ, അവിടെ കോൾ ബൈ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ പാസ് ചെയ്യുന്നത്, അതായത് വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വാരിയബിളിന് എക്സും വൈക്കും ഒരു ചേഞ്ചും വരുന്നില്ല. ഓക്കെ. ഇനി വേറൊരു മെത്തേഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോൾ ബൈ റെഫറൻസ്. ഇവിടെ നമ്മൾ പാസ് ചെയ്യാൻ പോകുന്നത് ഇനി അങ്ങോട്ട് അഡ്രസ്സാണ്. അതായത് മെമ്മറി ലൊക്കേഷൻ്റെ എക്സും വൈയും നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന അതിൻ്റെ അഡ്രസ്സാണ് പാസ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ അതേപോലെ തന്നെ എക്സും വൈ, ഇത് കോൾ ബൈ റെഫറൻസിൻ്റെ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അവിടെ നമ്മൾ ഡാറ്റ അത് നമ്മളിങ്ങനെ കൊടുക്കണം. അതായത് നമ്മളിവിടെ ഒരു പോയിൻ്ററാണ് പാസ് ചെയ്യുന്നത്, അതായത് ഒരു അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കൊടുക്കുന്നതാണ് ഇങ്ങനെ. ഓക്കെ. ഇത് പോയിൻ്ററിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, ഇപ്പോൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വയ്ക്കുക. സോ ഇനി ഞാൻ അതിലോട്ട് പാസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ആംബ്രസൻഡ് എക്സ് അഡ്രസ്സ് പാസ് ചെയ്യണം. ഓക്കെ. ആംബ്രസൻഡ് വൈ ഈ അഡ്രസ്സാണ് പറയുന്നത്. നമുക്കിവിടെ വേണ്ടത് നമുക്ക് എന്താണ്? അഡ്രസ്സ് അല്ല, അതിലെ ഡാറ്റയാണ് വേണ്ടത്. സ്റ്റാർ എ സ്റ്റാർ ബി. സോ നമ്മൾ ഇനിയിപ്പോൾ അതിൽ എന്ത് ചെയ്യണം? നമ്മൾ ചേഞ്ച് വരുത്തണം. നമ്മുടെ മൊത്തം അതിലൊരു സെയിം പ്രോഗ്രാം തന്നെ നമ്മളൊന്ന് ഒരു അഡ്രസ്സ് വെച്ച് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ. ഇവിടെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? സെയിം സാധനം തന്നെ, മെമ്മറി ലൊക്കേഷൻ വെച്ചിട്ട്, മെമ്മറി അഡ്രസ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യണം. സോ എന്താണ്, നമുക്കിത് ചെയ്യുന്ന എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ സ്വാപ്പിംഗ്? ഇവിടെ ഇപ്പോൾ എക്സ് ഈക്വൽ ടു 3 വൈക്കുള്ള നമ്മുടെ ആഫ്റ്റർ കോളിംഗ് ചേഞ്ച് ഫംഗ്ഷൻ എന്താ സംഭവിച്ചിരിക്കുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു 4. അവിടെ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ കോൾ ബൈ റെഫറൻസ് ആണ്. കോൾ ബൈ റെഫറൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് ഈ പോയിൻ്ററൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട, അതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ. അഡ്രസ്സിനെ പറ്റിയിട്ട്, അഡ്രസ്സ് പോയിൻ്റേഴ്സിന് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഇപ്പം നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം മനസ്സിലാക്കുക, 2 വിധത്തിൽ നമുക്ക് ആർഗ്യുമെൻ്റ് പാസിംഗ് ഉണ്ട്. ഒന്ന് കോൾ ബൈ വാല്യൂ ആണ്. കോൾ ബൈ വാല്യൂ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ പാസ് ചെയ്താൽ അവിടെ വലിയ ചേഞ്ച് വരില്ല, കാരണം നമ്മൾ വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പാസ് ചെയ്തിരിക്കുന്നത് അഡ്രസ്സാണ്. അതുകൊണ്ട് തന്നെ ചേഞ്ചസും വന്നിട്ടുണ്ട്, അല്ലേ? പറ്റിയില്ലേ? കാരണം നമ്മളിവിടെ ആ മെമ്മറി ലൊക്കേഷനാണ് പാസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഈ വരുത്തുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? ആ മെമ്മറി ലൊക്കേഷനിലോട്ടാണ് നമ്മൾ ചേഞ്ചസ് വരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ എക്സും വൈയും പോയിന്റ് ചെയ്യുന്നതും എക്സ് വൈ പോയിന്റ് ചെയ്യുന്നതും സെയിം മെമ്മറി ലൊക്കേഷനിലല്ലേ? ഇപ്പോൾ ഇവിടെ എന്താ ആക്ച്വലി സംഭവിക്കുക? ഇത് നമ്മുടെ എക്സും വൈയും ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് മെമ്മറി ലൊക്കേഷൻ. എക്സിൽ എന്താണ്ടായിരിക്കുക?
എൻ്റെ മെമ്മറി ഇതല്ലേ, എക്സും വൈയും പോയിന്റ് ചെയ്യുന്നത് ഇതിലോട്ടാണ്. നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് എയും ബിയിലും ഉള്ളത് ഈ സെയിം സാധനം തന്നെ, എയും ബിയും ഈ മെമ്മറി ലൊക്കേഷനിലോട്ട് പോയിന്റ് ചെയ്യും. ഇനി നമ്മൾ എന്ത് മാറ്റം വരുത്തിയാലും ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ഈ മെമ്മറി ലൊക്കേഷനിലാണ് ആ ചേഞ്ച് വരുന്നത്. ആദ്യം നമ്മളിവിടെ എക്സ് 3യും 4 ആയിരുന്നു, നമ്മളിവിടെ ആ ഫംഗ്ഷനിൽ എന്താണ് സംഭവിച്ചത്, സ്വാപ്പിംഗ് നടന്നു. ആ സ്വാപ്പിംഗ് നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, എയിൽ 4ഉം ബിയിൽ 3യും ആയി മാറുകയാണ്. ആ ചേഞ്ച് എവിടെയാണ്, എക്സും വൈയിലും റിഫ്ലക്റ്റ് ചെയ്യണം അല്ലേ. എക്സും വൈയും കാരണം റെഫർ ചെയ്യുന്നത് ഈ മെമ്മറി ലൊക്കേഷനിൽ തന്നെയാണ്. ഓക്കെ, പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഇത്രയും എടുക്കുന്നുള്ളൂ, എനിക്ക് ചെറിയൊരു പണിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർഗ്യുമെൻറ്റ് പാസിംഗ് മെക്കാനിസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് ഞാനൊരു ചെറിയൊരു വർക്കും കൂടെ തരുന്നുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക്, കാരണം നിങ്ങൾക്കിത് മനസ്സിലാവണം. ഇനി അടുത്തത് എടുക്കാൻ പോകുന്നതൊക്കെ ഈ ഫംഗ്ഷൻ്റെ കാര്യങ്ങളൊക്കെ. അടുത്തത് ഞാൻ സ്റ്റോറേജ് ക്ലാസ്സസും വാരിയബിൾസ്, ലോക്കൽ ആൻഡ് ഗ്ലോബൽ സ്റ്റാറ്റിക് വാരിയബിൾസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നന്നായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവണം. ഇതൊക്കെ നമ്മുടെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ നിങ്ങൾക്ക് എടുക്കുന്നത് മൊത്തം സീൻ്റെ ബേസിക്കാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് തറായാലേ ഉള്ളൂ നമുക്ക് അടുത്തതിലോട്ട് പോകാൻ പറ്റുക. ഞാൻ ഒരു പോർഷനും കൂടെ എടുക്കണം എന്ന് വിചാരിച്ചതാണ്, ഒരു വാരിയബിൾസിൻ്റെ ഒരു പോർഷൻ, സ്റ്റാറ്റിക് വാരിയബിൾ എന്താണെന്നൊക്കെ. അതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്ത് ശീലിക്കണം. അപ്പം ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ട് ഫംഗ്ഷൻ്റെ ഒരു ചെറിയൊരു ഈ ആർഗ്യുമെൻ്റ് പാസിങ്ങൊക്കെ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു വർക്ക് തരികയാണ്. നിങ്ങൾക്ക് ലാബൊക്കെ ഉള്ളതല്ലേ, നിങ്ങൾക്ക് 2 hour ലാബ് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ചെയ്യാം. പക്ഷേ നിങ്ങളെ ഞാൻ വളരെയധികം, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ, കാരണം നിങ്ങൾക്ക് ലാബും കൂടെ അല്ലാണ്ട് മൊബൈലിലാണ് എല്ലാവരും ഫ്രണ്ട് ചെയ്തൊക്കെ എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് കാണിച്ചു തരും. ഓക്കെ, അതിൽ ഞാൻ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ എല്ലാവരും സിയിൽ നല്ല, നിങ്ങൾക്ക് കാണാപ്പാടൊന്നും പഠിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല സ്കോർ ഒക്കെ കിട്ടും. നമുക്ക് എക്സാമിൻ്റെ സ്കോർ എന്നതിലപ്പുറം നിങ്ങൾക്ക് നല്ല സിയിൽ നല്ല നോളജ് ഉണ്ടാവും. മാം ഇതിൻ്റെ യൂസ് എവിടെ വരിക, ഇഷ്ടം പോലെ യൂസ് വരുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു സപ്പോസ് നിങ്ങൾ ആരോയൊക്കെ പാസ് ചെയ്യുന്ന സമയത്തേ ഒരു സെയിം അതായത് ഒരു മെമ്മറി ലൊക്കേഷനിൽ നിങ്ങളിപ്പോൾ ഈ ഫങ്ഷൻസ് ഒക്കെ കോൾ ചെയ്യുന്ന സമയത്ത് ഒരു മെമ്മറി ലൊക്കേഷൻ നിങ്ങളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഫങ്ഷൻസ് ഉണ്ട് അല്ലേ. ഈ ഫങ്ഷൻസിനൊക്കെ കോൾ ചെയ്യുന്ന സമയത്ത് മെമ്മറി ലൊക്കേഷനിൽ വർക്ക് ചെയ്യേണ്ട സാഹചര്യത്തിലാണ് ഇതൊക്കെ വരുന്നത്. പിന്നെ നിങ്ങൾ അറേസ് പഠിച്ചു. അറേസ് ഒക്കെ നമുക്ക് ഈ ഫംഗ്ഷനിലോട്ട് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. അറേക്ക് എന്ത് ചെയ്യാണ്, ആർഗ്യുമെൻ്റ് ആയിട്ട് നമുക്ക് ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ അറേക്ക് അറേൻ്റെ സൈസ് എത്രയാണ്, അറേനെ നമുക്ക് പറയാൻ പറ്റില്ല. അറേൻ്റെ സൈസ് 100ഉം 1000 ഒക്കെ വരാം. അപ്പോൾ ഇതൊക്കെ ഈ വാല്യൂ ആയിട്ട് പാസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കുക, പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു അറേ, വലിയൊരു അറേ, ഒരു 1000 സൈസുള്ളൊരു അറേ. ഈ അറേനെ നമ്മൾ മൊത്തം ബൈ വാല്യൂ പാസ് ചെയ്യാം, ഒരു ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യണം. ആ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുമ്പോൾ ഈ 1000 എലമെൻസിൻ്റെയും കോപ്പിയുടെ വാല്യൂസ് പാസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്താണ് ഇവിടെ റെഫറൻസ് പാസ് ചെയ്യുന്നത്. അതായത് ഈ അറേസിലോട്ടുള്ള അഡ്രസ്സ് പാസ് ചെയ്യുന്നത്, ഫസ്റ്റ് സ്റ്റാർട്ടിങ് അഡ്രസ്സ്. നമ്മളിപ്പോൾ എ എന്ന് പറയുന്ന ഒരു അറേ, ആ എയിൽ എന്തുണ്ടായിരിക്കുക, അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവില്ല. നമ്മൾ ഈ മൊത്തം വാല്യൂസ് പാസ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ എ എന്ന് പറയുന്ന ഈ അഡ്രസ്സ് പാസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ അതിൻ്റെ ആ ഒരു ഇംപ്ലിമെൻറ്റേഷൻ്റെ ഈസി, നമുക്ക് എത്രത്തോളം സിമ്പിളായിട്ട് വരുന്നു എന്നുള്ള കാര്യം. ഈ മൊത്തം ഒരു അറേ പാസ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് അതിൻ്റെ അഡ്രസ്സ് പാസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അതിൽ വർക്ക് ചെയ്യാം. അറേയൊക്കെ പാസ് ചെയ്യുമ്പോൾ കോൾ ബൈ റെഫറൻസ് മെത്തേഡിലാണ് പോകുന്നത്, വാല്യൂസ് പാസ് ചെയ്യില്ല അറേ. അതേപോലെ നമുക്ക് സ്ട്രക്ചർ എല്ലാം ഇങ്ങനെ പാസ് ചെയ്യാം, ബൈ റെഫറൻസ് നമുക്ക് പാസ് ചെയ്യാം. നിങ്ങളിപ്പോൾ വെറും സിമ്പിളായിട്ടുള്ള ഈ വാരിയബിൾസ് വെച്ചിട്ട് മാത്രം പ്രോഗ്രാം ചെയ്യുകൊണ്ടാണ് നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഈ റെഫറൻസിൻ്റെ, കോൾ ബൈ റെഫറൻസിൻ്റെ ഒരു ആവശ്യം ഇവിടെ എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല, വലിയ വലിയ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോഴേ
വലിയ ഡാറ്റ ഒക്കെ വെച്ചിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോൾ ഓരോ ഫംഗ്ഷനിലേക്ക് കംപ്ലീറ്റ് ഡാറ്റനെ പാസ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് എന്ത് ചെയ്യാണ്, ആ ഡാറ്റ എവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ മെമ്മറി അഡ്രസ്സ് പാസ് ചെയ്യാണ്. അങ്ങനെയാണ്. അപ്പോൾ ആകുമ്പോൾ നമുക്ക് ലോഡ് കുറയും, നമ്മുടെ ഇതിൻ്റെ ലോഡും കുറയും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. കോൾ ബൈ റെഫറൻസിൻ്റെ ഒക്കെ അഡ്വാൻറ്റേജ് വരുന്നത് ഇവിടെയാണ്. ഓക്കെ, അത് ഒരുപാട് ഡാറ്റനെ നമുക്ക് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കംപ്ലീറ്റ് ഡാറ്റനെ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് അതിൻ്റെ ഡാറ്റ എവിടെയാണോ അതിൻ്റെ അഡ്രസ്സ്, ഒരു സിമ്പിൾ അല്ലേ. അപ്പോൾ അത് കുറച്ചും കൂടെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഷാഹിന മനസ്സിലായോ? യൂസർ മനസ്സിലായോ ഷാഹിൻ? ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പം നമ്മൾ അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതിനെ പറ്റിയിട്ട്. ഞാൻ ഇതിനൊരു ചെറിയൊരു വർക്ക് തരാം, നിങ്ങൾ അതെല്ലാവരും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ഇനിയും നമുക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് പോയാൽ മതി. വലിയ നമുക്ക് അത്ര സമയത്തിലൊന്നും പോകണ്ട. ഓക്കെ, ബൈ.